തമ്മിലുള്ള ഇന്ററാക്ഷൻസിനേക്കാൾ കൂടുതൽ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഇൻഡിവിജ്വൽ സെൽഫ് റിഫ്ലക്ഷനിൽ നിന്ന് ലവിനെ പറ്റിയിട്ടുള്ള എൻ്റെ കൺസെപ്റ്റ് എന്താണ്? ഡു ഐ ഫീൽ ദാറ്റ് ഐ ക്യാൻ ബി ആക്സെപ്റ്റഡ് ആസ് മൈസെൽഫ്? ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്പേസിൽ നിന്നാണോ ഞാൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നത്? അതായിരിക്കും ഏറ്റവും ഹെൽപ്പ് ചെയ്യുക ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അവർ തമ്മിലുള്ള കെമിസ്ട്രി അത് ഒരു പരിധി വരെ നമുക്ക് അതിന് മുന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എത്ര സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ആം ഐ ഫീലിംഗ് ഇമോഷണലി അണ്ടർസ്റ്റുഡ്? ആം ഐ ഫീലിംഗ് അക്സെപ്റ്റഡ്? ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് എൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടോ? ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ മെച്യൂരിറ്റി. ഈ ഇമോഷണൽ മെച്യൂരിറ്റി നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു ഇമോഷനെ വാലിഡേറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളിലും പല ഫാമിലീസും അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. ഓക്കെ, ഒരു മാരീഡ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങളും അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഒരു സ്പേസിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആം ഐ റെഡി ടു എക്സ്പീരിയൻസ് ആൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്? ആം ഐ റെഡി ടു അക്സെപ്റ്റ് അനദർ പേഴ്സൺ ആസ് ദാറ്റ് പേഴ്സൺ? ആ ഒരു പേഴ്സണെ ആ വ്യക്തിയായിട്ട് തന്നെ എനിക്ക് സ്നേഹിക്കാനും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുമോ?